നല്ല കൈസ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അമ്മഞ്ചേരിക്കാവിൽ ഉത്സവത്തിന് പോയി. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വരവ് അങ്ങനെയൊന്നുമില്ല. ആന വരിക എന്നല്ലാതെ ഇങ്ങനെ കാളയൊന്നും വരില്ല കേട്ടോ. അല്ല, ഓരോ ദേശത്തുനിന്ന് ഓരോ കാളകൾ, അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാളകൾ. അതിൻ്റെ എന്താ പറയുക, ആൾക്കാർ, ആ ദേശത്തിലുള്ള ആൾക്കാർ മൊത്തം അവരെ കൂടെ ഉണ്ടാവും. DJ പാട്ട്, പിന്നെ ഓരോരോ സംഭവങ്ങൾ അതിൻ്റെ ബാക്കാലുണ്ടാവും. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല നല്ല കൊട്ടും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ നേരം നമ്മൾ ഭയങ്കര വണ്ടി നിർത്തിയിട്ട് അമ്പലം വരെ നടന്നു കിട്ടും. നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. അങ്ങനെ ഇതേപോലെ ഓരോ കടയിൽ ചെരുപ്പുകളൊക്കെ, പക്ഷേ ഞാൻ വാങ്ങിയില്ല, ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വിശപ്പ് സഹിക്കുക, അല്ലെങ്കിൽ വിശപ്പ് വിട്ട് വേറെ കളിയില്ലല്ലോ. അങ്ങനെ കുൽക്കർണി കഴിച്ചു. കുൽക്കർണി പറഞ്ഞാൽ ഗ്രീൻ പീസ്. ആ സാധനം കഴിച്ച് അപ്പം നമ്മൾ അത്ര ഒരു ടേസ്റ്റ് ഇല്ല. ഇനി ഞാൻ ബലൂണൊന്നും ഒരു നോട്ടിട്ടിച്ചു, പക്ഷെ കിട്ടിയില്ല. അത് ആ കുട്ടീൻ്റെ ടെൻഷൻ നല്ല രസമില്ലേ. കാരണം എന്ന് വെച്ചാൽ 100 രൂപ വെറുതെ പൈസ ഇതാക്കണില്ല. നടക്കുന്നിടത്തു നിന്നൊക്കെ തീയൊക്കെ ഇട് വരും. എന്തില്ലേ ഒരു ഉത്സവത്തിന് നമ്മളിങ്ങനെ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കാണുന്നു കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലെത്തി. അവസാനം അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ വന്ന വരവാണ് കേട്ടത്. ഈ വരവിൽ ഈ കാളയ്ക്ക് ചെവി മാത്രമേ ഉള്ളൂ, കൊമ്പില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല എന്താന്ന്. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ കണ്ട വേഷമൊക്കെ കെട്ടിയത്. അതേപോലെ മിക്കി മൗസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇതിൽ എനിക്കിടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ചു ഗൈസ്. സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ചു ഞാൻ പറയാം. പക്ഷേ ഈ ഒരു കാളനെ ഉണ്ടാക്കാനുള്ള എഫേർട്ട് എടുത്ത പോലെ തന്നെ ഇവർ ഇത് ഇവിടെ കൊണ്ട് നിർത്താനുള്ള എൻ്റെ സന്തോഷം വന്നതാട്ടോ. മഴ പെയ്ത് പേപ്പർ മഴ ഗൈസ്, പേപ്പർ മഴ. അതിൻ്റെ അടിയിലായിരുന്നു ഞാൻ. സന്തോഷപ്പെട്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നി. നമ്മൾ എഫേർട്ടിന് വരാം. ആ എഫേർട്ടില്ലേ പാവം, എനിക്ക് ഭയങ്കര കഷ്ടപ്പാടുന്നു അവർ വലിച്ച് കൊണ്ടുവരുന്നതൊക്കെ കണ്ടപ്പോഴേ. പിന്നെ ഇതാ ഈ ചെണ്ടോട്ട് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ചെണ്ടോട്ട് പണ്ടൊക്കെ ടെണ്ടക്കട്ടെ എന്നുള്ളൂ. ഇപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പല മറ്റേ ട്യൂണൊക്കെ മാറ്റി ട്രെൻഡ് അടിപൊളി സംഭവമാക്കിയൊരു നല്ല രസമുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ലൈക്ക് പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ചെണ്ടോട്ടിൻ്റെ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ വിട്ട് ഇതിൻ്റെ ഒരു ഹാങ് ഓവർ മാറ്റാൻ വേണ്ടിയിട്ട് മറ്റേ കൈതച്ചക്ക ഉപ്പിലിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എന്തേലും പറയാം, ഉപ്പും മുളകൊക്കെ ഇട്ട സാധനം വാങ്ങിച്ചു. നല്ല ടേസ്റ്റി. വയൽ വെള്ളിറങ്ങണു. അങ്ങനെ അതും പിന്നെ കമ്പവും കഴിച്ച് അത് കഴിഞ്ഞ് വീണ്ടും അമ്പലം മുതൽ ഇനി വേങ്ങര വരെ നടക്കാം. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു മറ്റേ പുത്തൻ ഡ്രൈവൻ ക്ലാസ് വാങ്ങി ഗൈസ്. വേറൊന്നും തോന്നരുത്. ഇനി ഇതിട്ട് കുറച്ച് ഷോക്ക് ഉണ്ടാവും. കണ്ട് ഇങ്ങോട്ട് ക്ഷമിക്കണം. പിന്നെ ഇവിടെ നിന്ന് അവിടെ വരെ കണ്ടെങ്കിൽ 3 അട്ടി മനുഷ്യനെ കണ്ട് ഞാൻ. 3 അട്ടി മനുഷ്യൻ, പിന്നെ വലിയ തലയുള്ള മനുഷ്യൻ, പിന്നെ പാണ്ഡെ എന്നതിന് പറയാം. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി വേഗം എത്തണം, വണ്ടി വെച്ചെടുത്തേക്ക് എത്തണം. അതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് ഇരുന്ന് ഈ മറ്റേ കുട്ടികൾക്ക് വാങ്ങിയ